എൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, അടുത്ത പ്രോസസ്സിലൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. അതാണ് ഞാൻ ശ്രദ്ധിക്കാനുള്ളത്. അപ്പം ക്ലോസ് ചെയ്തു, റിസൾട്ട് നോക്കി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെയിൻ ഡോറിന്റെ ഉള്ളിലുള്ള ഇന്നർ ഡോറ് നമ്മൾ അടയ്ക്കാൻ പോവുകയാണ്. ഇതാണ് പറയുന്നത് ഗ്രീൻ പേപ്പർ സീൽ. ഇവിടെയും അത്യാവശ്യം ABC എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഒരു ആരോ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആരെയും ഇടുമ്പോൾ അത് മുകളിലോട്ടാണ് എന്ന്. ഇത് മടക്കി കഴിയുമ്പോഴാണ് നമുക്ക് D കാണേണ്ടത്, ഇപ്പുറത്ത് ഉള്ള C അല്ലെങ്കിൽ കാണേണ്ടത്. മടക്കി കഴിയുമ്പോഴാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് നമ്മളിത് ഇൻസേർട്ട് ചെയ്ത് വിടുക. ഇതിലൊരു ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പിലൂടെ ഇൻസേർട്ട് ചെയ്ത് വിട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു നോക്കണം. ഇത് മുകളിലും താഴെയും ഏതാണ്ട് മിഡിൽ ഭാഗമാകണം. പിന്നെ ഒന്നുകൂടി നോക്കണം, ഈ താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ മടക്കി കഴിഞ്ഞാൽ താഴത്തെ ഭാഗത്ത് D വന്ന് നിൽക്കണം. അതായത് നമുക്കുള്ള ഈ സ്ട്രിപ്പ് സീൽ, ABCD സ്ട്രിപ്പ് സീലിൽ ഡിയുടെ പുറത്തേക്കാണ് അത് വന്ന് ഒട്ടേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ വരിക. അപ്പൊ ഇതൊന്ന് ക്രമീകരിച്ച് വെച്ചതിന് ശേഷം പ്രസ് ചെയ്യുക. അപ്പൊ ഒരു ക്ലിക്ക് ശബ്ദം. ഇവിടെ ടോയിനിട്ട് കെട്ടുക. ടോയിൻ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ നീളത്തിലാകും. ഈ ടോയിനിട്ട് 2 തവണ കെട്ടിയതിന് ശേഷം നമുക്ക് തന്നിട്ടുള്ള സ്പെഷ്യൽ ടാഗ് എന്ന് പറയുന്ന സാധനം ഇതാണ്. നടുക്കൊരു ഹോളുള്ള, എന്നാൽ ഇവിടെ സീരിയൽ നമ്പർ ഉണ്ട്. ഇതിനകത്തൊക്കെ വേണമെങ്കിൽ ഏജന്റുമാരുടെ സിഗ്നേച്ചർ വാങ്ങാം. അപ്പൊ ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇടുക. അതോടൊപ്പം തന്നെ ആ ടോയിന്റെ ബാക്കിയുണ്ടല്ലോ, ഒന്ന് കെട്ടി 2 വട്ടം കെട്ടുക. വലിച്ചു മുറുക്കി കെട്ടിക്കഴിഞ്ഞാൽ ഇതങ്ങ് അങ്ങോട്ടങ്ങ് നീങ്ങിപ്പോവും. അങ്ങനെ ആകാതെ ഒരു പ്രത്യേക രീതിയിൽ കെട്ടിയിട്ട് ആ കെട്ടിലേക്കാണ് വാക്സ് ഉരുക്കാന്ന് ഒഴിക്കുക. ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് സീൽ ചെയ്യാൻ വേണ്ടി ഒരു തടിക്കഷത്തിന്റെ ലാസ്റ്റ് മെറ്റലായിട്ട് തന്നിരിക്കും. അത് വെള്ളത്തിൽ മുക്കിയിട്ട് നേരെ ഇവിടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് അമർന്നിരുന്നോളും, ഇത് ഇവിടെ ഇരിക്കും. പിന്നെ ഇതിലൊന്നും വീഴാതിരിക്കാൻ വേണ്ടി നമുക്കൊരു ചെറിയ ഹാർഡ് ബോർഡ്, ഇത്രയും വീതിയിലുള്ള ഒരു ഹാർഡ് ബോർഡ് തരും. അതിന്റെ ബാക്ക് സൈഡിൽ വെച്ചിട്ട് പ്രസ് ചെയ്യുക. അപ്പൊ ഈ മെഷീനിലൊന്നും ഈ ബാക്സ് വന്ന് വീണ് പ്രശ്നമുണ്ടാകും. അപ്പൊ ഇതങ്ങ് വെച്ച് കഴിഞ്ഞു. ഇനി അടുത്തത് മെയിൻ ഡോറ് നമ്മൾ അടയ്ക്കുന്നു. മെയിൻ ഡോർ അടയ്ക്കുന്നു. അടച്ചു കഴിയുമ്പോൾ ഇവിടെ ടോയ്ലറ്റ് കെട്ടുന്നു. ഈ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും നീളത്തിലൊക്കെ ആ 2 എണ്ണം കെട്ടി കഴിയുമ്പോൾ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അത് നല്ലതാണ്. ടോയ്ലറ്റ് ഇവിടെ 2 എണ്ണം കെട്ടിയതിന് ശേഷം ഒരു കുറച്ച് ഇങ്ങോട്ട് നീങ്ങി ഇവിടെ ഇത്രയും ഇവിടം വരെ ലെങ്തിൽ വരുന്നത് ഒരു കെട്ടുമ്പോൾ അത് കെട്ടുക. ആ 2 ടോയിന്റെ 2 ഇതുണ്ടല്ലോ, ആ 4 കൂടി ഒരുമിച്ചിട്ട് കെട്ടിയിട്ട് ഈ അഡ്രസ് ടാഗ് വേണ്ട രേഖപ്പെടുത്തലുകൾ വരുത്തി ഏജന്റുമാരുടെ സിഗ്നേച്ചർ വാങ്ങി അതുമായിട്ട് കെട്ടിയിട്ട് ഇതിന്റെ ബാക്ക് സൈഡിൽ വെക്കാം. അതാണ് ഞാൻ ഇങ്ങനെ കുറച്ച് കൂടുതൽ നീളത്തിൽ എടുക്കാൻ പറഞ്ഞത്. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിട്ട് സെലോ ടേപ്പ് ഒട്ടിച്ച് വെച്ചിരുന്നാൽ ഇത് ഇങ്ങനെ താഴെ ഇരുന്നോളൂ. അല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെവി ഇരിക്കുന്നവർക്ക് ഇങ്ങനെ നിൽക്കും. സീൽ ചെയ്യാൻ പറ്റുമോ സാറേ? സീൽ ചെയ്യാൻ പറ്റുമോ അവിടെയും പിടിച്ച്? ഇവിടെ നമ്മൾ കെട്ടുക, 2 കെട്ട് കെട്ടുക. എന്നിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ആ 2 കൂടി ചേർത്തിട്ട് കെട്ടിയിട്ട് പിന്നെ ഇതങ്ങോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഇവിടം വരെ വരത്തില്ല, ടോയിലിൽ നിൽക്കും. എന്നിട്ട് കെട്ടിയിട്ട് വാക്സ് ഉരുക്കി ഒഴിക്കുക. എന്നിട്ട് കൊണ്ട് വെച്ചു കൊടുക്കുക. എന്നിട്ട് ഈ സെലോ ടേപ്പ് ഉപയോഗിച്ച് ഇവിടെയും ഒന്ന് വെച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ നിന്നോളും. അപ്പൊ അതായി. പിന്നെ ഉള്ളത് ഈ പറയുന്ന ABCD സ്ട്രിപ്പ് സീലാണ്. ABCD സ്ട്രിപ്പ് സീലില് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ Aയുടെ കവർ ഊരിട്ട് ഇതിങ്ങനെ വെക്കാം. ഈ താഴെയുള്ള ഭാഗമുണ്ട്, ഇതിന്റെ ഞാനിപ്പോ വലിച്ചപ്പോ തന്നെ കീറിപ്പോയി. താഴെ ഇപ്പൊ A ഇവിടെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതിന്റെ മുകളിലോട്ട് ഒട്ടിക്കുക. എന്നിട്ട് ഇത് തിരിച്ച് ആ Bയുടെ പുറത്തോട്ട് ഇവിടെ ഒട്ടിക്കുക. എന്നിട്ട് ഇപ്പഴേ എടുക്കുക. അപ്പൊ ഇവിടെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വരിക. ചുറ്റി ഇങ്ങനെ ഈ ഡിയുടെ പുറത്ത് ഒട്ടിച്ചിട്ടുണ്ടല്ലോ, ഈ ഡിയുടെ പുറത്തോട്ട് ഈ ചുറ്റി വരുന്ന D ഒട്ടിക്കുക.
ഇങ്ങനെ വെച്ച് ഈ ഒട്ടിച്ച് വെച്ച് കഴിയുമ്പോൾ ഗ്രീൻ പേപ്പർ സീലിന്റെ സീരിയൽ നമ്പർ നമുക്ക് കാണാം. ഇവിടെ സ്ട്രിപ്പ് സീൽ ABCD സ്ട്രിപ്പ് സീലിന്റെ സീരിയൽ നമ്പർ നമുക്ക് കാണാം. ഇങ്ങനെ വെച്ചിട്ടായിരിക്കണം രാവിലെ 7 മണിക്ക് റിയൽ കോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇതൊരു കാരണവശാൽ വൈകുന്നേരം 6 മണിയായാലും തിരിച്ചു കൊണ്ട് കൊടുത്താലും ബ്രേക്ക് ആകാൻ പാടില്ല. ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് പിന്നെ കൗണ്ടിങ്ങിന്റെ അന്ന് പ്രശ്നമാകുന്നത്. പിന്നെ മറ്റൊരു കാര്യം, റിയൽ കോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതും കൂടി ക്യാപ്പ് അടച്ചേക്കണം. ഇത് അടച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണിക്ക് ക്യൂവിലുള്ള ആളുകളെല്ലാം വോട്ട് ചെയ്തതിന് ശേഷം ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യണം? നമ്മൾ പോസ് ബട്ടൺ ഇനി പ്രസ് ചെയ്യണമെങ്കിൽ എന്ത് ഓപ്ഷനേ ഉള്ളൂ? ഈ ക്യാപ്പ് ഇങ്ങനെ തുറക്കുക, പേനയോ വിരലോ ഉപയോഗിച്ച് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ക്ലോസിംഗ് എന്നുള്ള ഡിസ്പ്ലേ ഉണ്ടാവും. ടോട്ടൽ വോട്ടൊക്കെ അവിടെ കാണിക്കും. വേണമെങ്കിൽ നമുക്ക് ടോട്ടൽ വോട്ട് ഇവിടെ പ്രസ് ചെയ്ത് നോക്കാം. പവർ ഓഫ് ചെയ്യുന്നു, പെട്ടി വെക്കുന്നു. പെട്ടിയുടെ മുകളിൽ ഏതെങ്കിലും ഒരു വശത്ത് ഇതുപോലെ തന്നെ അഡ്രസ് ടാഗ്, ഈ പറയുന്ന അഡ്രസ് ടാഗ് വേണ്ട രേഖപ്പെടുത്തലുകൾ വരുത്തിയിട്ട് അറ്റാച്ച് ചെയ്യുക പെട്ടിയുടെ ഈ സൈഡ്. ഇവിടെയും വാക്സ് സീലിംഗ് തന്നെയാണ് പറയുന്നത്. കാരണം അന്ന് പെട്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ വോട്ടെണ്ണങ്ങളുടെ അന്ന് ഇവിടെ മുതലാണ് സീലിംഗ് നോക്കുന്നത്. പിന്നെ ഈ ബാലറ്റ് യൂണിറ്റിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കുക. നമുക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരു റോളും ഇല്ല എന്നുള്ളതാണ്. കാരണം